നമസ്കാരം. ഷെയ്ഖ് ഹസീന സർക്കാർ അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് പിന്നാലെ ബംഗ്ലാദേശിൽ ആരംഭിച്ച ഹിന്ദു വിരുദ്ധ കലാപത്തെപ്പറ്റി മൗനം പാലിക്കുന്ന കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാടിൽ പ്രതിഷേധം ശക്തമാക്കി BJP രംഗത്തെത്തിയിരിക്കുകയാണ്. അതേസമയം രാഹുൽ ഗാന്ധി അടങ്ങുന്ന കോൺഗ്രസ് നേതാക്കൾ ഇതുവരെ ഇത്തരം ആക്രമണങ്ങൾക്കെതിരെ ചെറുവിരലനക്കാൻ തയ്യാറാകാത്തത് ആരോഗ്യമോ സംരക്ഷിക്കാനുള്ള ചില രാഷ്ട്രീയ കളികളാണെന്ന തരത്തിലുള്ള ആരോപണങ്ങളും ഉയരുന്നുണ്ട്. പോലീസ് വെടിവെപ്പിൽ ആക്രമികൾ കൊല്ലപ്പെട്ട UPയിലെ സംഭലിലേക്ക് രാഷ്ട്രീയ വിനോദയാത്ര നടത്തുന്ന പ്രതിപക്ഷ നേതാക്കൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ കൂട്ടക്കൊല ചെയ്യപ്പെട്ടതിനെ പറ്റി മിണ്ടുന്നില്ലെന്ന് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് പറഞ്ഞു. രാഹുലും പ്രിയങ്ക വാദ്രയും അടക്കമുള്ള നേതാക്കൾ ഇസ്ലാം അനുകൂല നിലപാട് മാത്രമേ സ്വീകരിക്കൂവെന്നും അവർക്ക് വലുത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണെന്നും ഗിരിരാജ് സിംഗ് കുറ്റപ്പെടുത്തി. 3 മാസത്തിലേറെയായി ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു വിരുദ്ധ ആക്രമണങ്ങൾക്കെതിരെ കോൺഗ്രസിന്റെയോ മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെയോ പ്രതികരണം ഉണ്ടാവാത്തതിൽ BJP നേതൃത്വം കുറ്റപ്പെടുത്തുന്നു. ഹിന്ദുക്കളുടെ നേർക്ക് എന്തു സംഭവിച്ചാലും വായ തുറക്കില്ല എന്നതാണ് പ്രതിപക്ഷ നിലപാടെന്നും BJP നേതാക്കൾ പറയുന്നു. ബംഗാളിൽ വലിയ പ്രതിഷേധമുണ്ടായതോടെയാണ് മമതാ ബാനർജി വിഷയത്തിൽ പ്രതികരിച്ചത്. കൊൽക്കത്തയിലെ തെരുവുകളിൽ അടക്കം ജനങ്ങൾ പ്രതിഷേധിച്ചതോടെ നിവർത്തികെട്ടാണ് മമതയുടെ പ്രസ്താവന. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേർക്ക് ആക്രമണം നടക്കുന്നത് പോലെ തന്നെ ഭാരതത്തിൽ മുസ്ലിങ്ങളെയും ആക്രമിക്കുകയാണെന്നായിരുന്നു CPMന്റെ ഔദ്യോഗിക പ്രസ്താവന. സമാജ്വാദി പാർട്ടി, RLC, ആം ആദ്മി പാർട്ടി, DMK തുടങ്ങിയ പ്രാദേശിക പാർട്ടികളൊന്നും തന്നെ ബംഗ്ലാദേശിലെ ഹിന്ദു കൂട്ടക്കൊലയിൽ പ്രതികരിച്ചിട്ടില്ല. ഭാരതത്തെ കുറ്റപ്പെടുത്തി ബംഗ്ലാദേശ് സംഭവങ്ങളെ ന്യായീകരിക്കാനാണ് PDP നേതാവ് മെഹബൂബ മുഫ്തിയും ശ്രമിച്ചത്. അയൽ രാജ്യത്ത് നടക്കുന്ന ഹിന്ദു വിരുദ്ധ കലാപത്തെ പറ്റി പാർലമെന്റിലും പ്രതിപക്ഷം മൗനം പാലിക്കുകയാണ്. അതേസമയം ഓരോ ദിവസവും ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ചട്ടോഗ്രാമിലെ 3 ഹൈന്ദവ ക്ഷേത്രങ്ങൾ ഇസ്ലാമിക മതഭീകരർ ആക്രമിച്ചുവെന്ന വാർത്ത പുറത്തുവന്നത്. ശാന്തനേശ്വരി മന്ത്രി ക്ഷേത്രം, അടുത്തുള്ള ശ്രോണി ക്ഷേത്രം, ശാന്തനേശ്വരി കാളിബാരി ക്ഷേത്രം എന്നിവിടങ്ങളിലായാണ് ആക്രമണമുണ്ടായത്. 100 കണക്കിന് ആളുകൾ മുദ്രാവാക്യം വിളിച്ചെത്തി ഇഷ്ടികൾ ക്ഷേത്രത്തിലേക്ക് എറിയുകയായിരുന്നു. ക്ഷേത്രങ്ങളുടെ കവാടങ്ങളിലേക്ക് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. ഹിന്ദുക്കൾക്കെതിരെയും ഹിന്ദു ക്ഷേത്രങ്ങൾക്കെതിരെയും അടിക്കടി ഉണ്ടാകുന്ന ഈ ആക്രമണങ്ങൾ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും അറിവോടെയാണെന്ന തരത്തിലും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.